രാവിലെ വലാക്കോത്തില്ല എന്ന് പറഞ്ഞില്ലേ, ഒരു 10 എണ്ണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ചൊല്ലണ്ടല്ലേ. ഇങ്ങനെ കുറേ വയത് കേട്ടിട്ട് നല്ല അഭിപ്രായം കുറേ അടിച്ചിട്ട് എന്താ കാര്യം? അതിനെ കൊണ്ട് എന്താ ബെനിഫിറ്റ്? എല്ലാ ദിവസവും രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ ഈ ദിക്റിന്റെ മഹത്വം അല്ലേ? അപ്പൊ ഒരു 10 തവണയെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാലും അതൊരു ബർക്കത്തല്ലേ? അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്, എപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. രാവിലത്തെ സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് നിധി വാരിക്കൂട്ടാൻ പറ്റുന്ന സമയമാണ് രാവിലത്തെ സമയം എന്ന് പറയുന്നത്. ആ സമയം മോനെ നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അൽ അദ്കാർ മിൻ കലാമി സയ്യിദുൽ അബ്റാർ എന്ന നവവി ഇമാമിന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ പറയാം, ഇനി നിനക്ക് കുറേ ദിക്റൊന്നും ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ദിക്റെങ്കിലും രാവിലെ നീ ചൊല്ലണം. പ്ലീസ്, ഇമാമിന്റെ ഉപദേശം, ഒന്നെങ്കിലും ഒരു അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി, ഒരു ബിസ്മില്ലാഹിൽ ലദീ ലാ ഇലാഹ, ഒന്നെങ്കിലും ഒരു ഇസ്തിഗ്ഫാർ, ഒന്നെങ്കിലും. അത്രയും ബർക്കത്തുള്ള സമയമാണ് രാവിലെ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന് രാവിലെ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആരന്നിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ റുഊസുൽ മസാഇൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതുകൊണ്ട് രാവിലെ നിക്കാഹ് വൈകുന്നേരമല്ല, രാവിലെ സുന്നത്ത്. രാവിലെ തുടങ്ങി എല്ലാം രാവിലെ ചെയ്യാം. അത് ഭയങ്കര ബർക്കത്തായിരിക്കും. രാവിലെ പഠിക്കാനിരുന്ന് നോക്ക്, ഭയങ്കര ബർക്കത്തായിരിക്കും. രാവിലെ തുടങ്ങുന്ന ഷോപ്പ് വലിയ ബർക്കത്താണ്. രാവിലെ ചെയ്യുന്ന കൃഷി, അടുക്കളപ്പണി, ഇതിലൊക്കെ ബർക്കത്തുണ്ടാവും.